പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ മാത്രവുമല്ല, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന അഞ്ജലിയും അതുപോലെ തന്നെ അഞ്ജലിയുടെ ഭർത്താവായ മനുവും ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അത്രയധികം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഇങ്ങനെ ചതിച്ചത്. അതുകൊണ്ട് തന്നെ സൂര്യയെ ഇതിന് എന്താണ് പ്രേരിപ്പിക്കാൻ കാരണം എന്നുള്ള കാര്യം തിരിച്ചറിയണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരിക്കലും സൂര്യ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ അഞ്ജലി. മാത്രവുമല്ല, ഇതേ തുടർന്ന് മനു ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതോടെ സൂര്യാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. എന്ത് മറുപടി പറയും എന്നറിയാതെ പകച്ചു പോകുന്ന സൂര്യ ഇതേ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി മുന്നിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഒഴിഞ്ഞു മാറിയിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. സത്യങ്ങൾ നമ്മൾ സംസാരിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ. ഇതേ തുടർന്ന് മനുവിനോട് തനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് സമ്മതിക്കുന്ന സൂര്യ എന്നെ ആരോ ചതിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് അറിയത്തില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതേസമയം ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഞ്ജലിയുടെ മുന്നിൽ. ഇങ്ങനെയൊരു ചതി അവൻ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം സൂര്യയെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂര്യയെ ഇനി നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൾ. അത് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ഇത് തുടർന്ന് സൂര്യയെ ചെന്ന് കാണുന്ന അഞ്ജലി ഇങ്ങനെയൊരു ചതി നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തുറന്നു പറയുകയും നീ ഇത്ര ചീപ്പായി പോയല്ലോ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സൂര്യ നിന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി നിനക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യം മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ഒരു കുട്ടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. നിന്റെ യാതൊരു വിധത്തിലുമുള്ള ചതിയും ഇനി മുന്നോട്ട് പോവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അഞ്ജലി. ഇതോടെ അഞ്ജലിയോട് എൻ്റെ ചതി നീ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്തായാലും നിനക്കുള്ള തിരിച്ചടി ഞാൻ നൽകുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന സൂര്യ ഇതേ തുടർന്ന് നിങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന അഞ്ജലി സൂര്യയെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. സൂര്യ, നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ചെയ്തതിനെല്ലാമുള്ള തിരിച്ചടി നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിനു വേണ്ടി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ മനുവിനെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന സൂര്യ എൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കണ്ടിരിക്കുകയാണ്.
എന്നെയും ചതിച്ചതാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊരു അബദ്ധം വരുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാണ്. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത്. ഒരിക്കലും നിന്നെ ചതിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതോടെ സൂര്യ കരയുകയും ചെയ്യുന്നു. ഇത് കാണുന്ന മനു ആകട്ടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ഒരു നിമിഷത്തേക്ക് നിന്നുപോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോകാൻ മനു തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ മനുവിനെ ചെന്ന് കാണുന്ന അഞ്ജലിയാകട്ടെ സൂര്യയെ ഇനി വിശ്വസിക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. അവൻ ചതിയനാണ്. അവനെ വിശ്വസിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവനുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അവനും തെറ്റുപറ്റിയതായി കൂടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മനു. പക്ഷേ ഇനി സൂര്യയുടെ പൊയ്മുഖം പൊളിച്ച് വീഴ്ത്തുക തന്നെ വേണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അഞ്ജലി മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്നാണ് അഞ്ജലി പ്രഗ്നന്റ് ആണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.